EMS സ്മാരക മന്ദിരം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാക്കരംകോട്ടിന്റെ നേതൃത്വത്തിൽ EMS അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. മാക്കരംകോട്ട് EMS സ്മാരക മന്ദിരം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ EMS അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മുടെ പുതുതലമുറയെ അത്തരം മനുഷ്യരെ സഖാക്കളെല്ലാം അനുസ്മരിക്കപ്പെടുമ്പോൾ ആ സഖാവിന്റെ പാതയിലേക്ക്, ആ ആശയത്തിലേക്ക്, അത് ആ ജീവിതത്തിലുടനീളം ഈ സമൂഹത്തിന് അർപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പുതിയ തലമുറയെ കൂടി അത്തരം പ്രവർത്തനങ്ങളുടെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അത്തരം ആശയങ്ങളെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പുതുതലമുറയെ സജ്ജരാക്കുക എന്നുള്ളതാണ് അത്തരം അനുസ്മരണങ്ങളുടെ എല്ലാം രാഷ്ട്രീയം. തീർച്ചയായിട്ടും EMSനെ കുറിച്ച് പറയുമ്പോൾ, EMSന്റെ സ്മരണ പുതുക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരളത്തിന്റെ പാതയിലാണ് നമ്മൾ ഇന്നെല്ലാം. അങ്ങനെ ഒരു ആധുനിക കേരളത്തിന്റെ ശില്പിയായിട്ടുള്ള EMSനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാതയിലേക്ക്, അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ, അദ്ദേഹത്തിന്റെ എല്ലാം ആശയ സംഹിതകളുടെ എല്ലാം പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹം സജ്ജരാകേണ്ടതിന്റെ ആവശ്യകതയാണ് തുറന്നു കാട്ടുന്നത്. ഇത്തരം അനുസ്മരണ പരിപാടികളിലെല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്നതും ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് മനോജ് വാരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിനോദ് മാക്കരംകോട്ട് സ്വാഗതം പറഞ്ഞു. ബിന്ദു, വി നാരായണൻ മാസ്റ്റർ, യതീഷ് വാരിക്കാട്ട്, ഹരീഷ് പപ്പൻ, ഗംഗാധരൻ മാസ്റ്റർ, രമ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോറസ് കലാസമിതി മാണിയാട്ട് അവതരിപ്പിച്ച തെരുവു നാടകം ദ ഷോട്ട് ശ്രദ്ധേയമായി. തുടർന്ന് നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് അവതരിപ്പിച്ച പാടാം നമുക്ക് പാടാം പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.